പ്രിയ സുഹൃത്തുക്കളെ, അതായത് നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ച് അഭിമാനം കൊള്ളാത്തവർ നമ്മളിൽ ആരും ഉണ്ടാവുകയില്ല. ഭരണകർത്താക്കൾ മാറി മാറി എങ്ങനെ വന്നാലും ശരി, കേരളം എന്ന് പറഞ്ഞാൽ നമുക്ക് അഭിമാനപുളകിതമാകുന്ന, നമ്മുടെ ഹൃദയത്തെ തുളുമ്പുന്ന ഒരു സുന്ദരമായ ഒരു സംസ്ഥാനമാണ് നമ്മൾ മനസ്സിൽ കാണുക. ദൈവത്തിൻ്റെ നാട് എന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് ദൈവത്തിൻ്റെ നാട് അല്ലാണ്ട് വരുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് കുറേ പിശാചിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരുപാട് നന്മയുള്ള ഒരു സംസ്ഥാനമല്ലേ നമ്മുടേത്. ഇത്രയും വിദ്യാഭ്യാസ സമ്പന്നമായ ഒരു സംസ്ഥാനം, സാംസ്കാരികമായിട്ട് വളരെ ഉയർന്ന ഒരു സമൂഹത്തിൻ്റെ സംസ്ഥാനം, അതുപോലെ മറ്റെല്ലാ സംവിധാനങ്ങളും ആതുര ശുശ്രൂഷകളാണെങ്കിലും സാമൂഹ്യ പ്രവർത്തനമാണെങ്കിലും ശരി, കൈകോർത്ത് പോകുന്ന മറ്റ് എന്തെല്ലാം കാര്യങ്ങളൊക്കെയും വർഗീയതയും അതും ഇതൊക്കെ എന്ത് പറഞ്ഞു പിടിപ്പിച്ചാലും ശരി, കാര്യത്തെ വരുമ്പോൾ നമ്മളെല്ലാം ഒന്നാണ്. അങ്ങനെയാണ് പോകുന്നത്. വർഗീയ ധ്രുവീകരണങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നത് എന്തിനാണ്? രാഷ്ട്രീയക്കാർ മുതലെടുക്കാൻ വേണ്ടി, വോട്ട് ബാങ്ക് ക്രമീകരിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ അപ്പുറത്തേക്ക് സാധാരണ മനുഷ്യൻ എന്താ? സാധാരണ ഇവിടെയുള്ള ഓരോ ഹിന്ദുവും ഓരോ ക്രിസ്ത്യാനിയും ഓരോ മുസൽമാനും അവർ സമാധാനമായിട്ട് ജീവിക്കുന്ന, അവർക്കകത്ത് ഇങ്ങനെയുള്ള വർഗീയതയൊന്നുമില്ല. സ്നേഹസമ്പുഷ്ടമായിട്ടുള്ളൊരു ജീവിതം നമ്മുടേത്. അതിനെന്താ ഇപ്പോൾ അപവാദം വന്നാൻ പോകുന്ന സാഹചര്യം എന്ന് പറയുന്നത്? അതാണ് കുറേ സൂക്ഷിക്കണം എന്നുള്ള കാര്യം വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ പറയുന്നത്. അതായത് നമ്മൾ വച്ച് പുലർത്തിക്കൊണ്ടുവന്ന പ്രത്യേകിച്ച് മുതിർന്ന തലമുറയുടെ ബാല്യകാലത്തെ ഓർത്ത് നോക്കുകയും എത്ര സന്തോഷകരമായിട്ട് ഒരു ജാതി വ്യവസ്ഥ തീരെ സ്വാധീനമില്ലാതെ അയൽവക്കത്തെ എല്ലാ കുടുംബങ്ങളും ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും ഒന്ന് ചേർന്ന് ഒന്നിച്ച് പൊയ്ക്കൊണ്ടിരുന്നിടത്ത് എന്ത് മാന്യമായ രീതിയിൽ ഇടപെട്ടുകൊണ്ടായിരുന്നിരുന്നത്. അതിന് കുറവ് വരത്തക്ക രീതിയിൽ ഇനി നമുക്ക് ഈ ഡിജിറ്റൽ മീഡിയ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് ഫ്ലാഷ് ചെയ്യുകയാണ് ചിന്തകൾ. മനുഷ്യ മനസ്സിനെ മലീമസമാക്കുന്ന രീതി ചില ഉന്നത സ്ഥാനീയരെ ആളുകൾ ചില ചാനൽ ഇരുന്നുകൊണ്ട് പക്ക വർഗീയത ചില പാർട്ടിയുടെ അംഗമായതെന്ന് പറയുമ്പോൾ സങ്കടം വരാതിരിക്കുമോ? ചില ഉന്നത സ്ഥാനങ്ങളിലൊക്കെ അവരോധിച്ചിരുന്ന ചില പാർട്ടികൾ കൊണ്ടു നടന്ന ആൾക്കാരൊക്കെയാണ് പാർട്ടി മാറിക്കഴിഞ്ഞ് വേറെടുത്ത് ചെയ്യുന്നൊരു കണ്ടിസ് കിട്ടിക്കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ കിട്ടുമെന്ന് പ്രതീക്ഷ വന്നു കഴിഞ്ഞപ്പോൾ നിലപാടൊക്കെ ആകെ മാറ്റിയിട്ട് ഭയങ്കരമായ രീതിയിൽ വിധ്വംസകമായ സംഭാഷണങ്ങൾ ചില ചാനലിലൂടെ കടന്നു വരുന്ന ഭയങ്കര സങ്കടമാണ്. സത്യം പറഞ്ഞാൽ ഒരു ചാനലിൽ ഒരു ചെറുപ്പക്കാരനിരിക്കുന്ന നല്ല മനോഹരമായ രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ്. ഇപ്പോൾ അതിൻ്റെ കൂടെ ഒരു വല്യപ്പനും കൂടെ ഇരുന്നുകൊണ്ട് ചില സാഹചര്യങ്ങളൊക്കെ പറഞ്ഞ് വിശകലനം ചെയ്യുന്ന കാണുമ്പോൾ ഇത് കേരളമാണോ എന്ന് പോലും സംശയിക്കേണ്ടി വരുന്നു. അതായത് ഇവിടെ എന്തോ കാര്യങ്ങളെല്ലാം ഇവിടെ പല ആൾക്കാർ സംസ്കാരം തകർത്ത് കളഞ്ഞു, അങ്ങനെ അതുകൊണ്ടാണ് നമ്മുടെ മറിച്ച എന്നൊക്കെ പറഞ്ഞ് കേൾക്കുമ്പം കേട്ട് നിൽക്കുന്ന ആൾക്കാർക്ക്, അറിയുള്ള ആൾക്കാർക്ക് പുച്ഛമായി ഉള്ളിൽ തോന്നുള്ളതെങ്കിലും അത് പുതിയ തലമുറയെ സ്വാധീനിക്കാൻ ഇടയുണ്ട് എന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നുണ്ട്. വടക്കേ ഇന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങൾ ഇങ്ങോട്ട് അതേപോലെ ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതല്ലേ. ഒരു ചാനലിൽ ഇരുന്നുകൊണ്ട് ഒരാളെത്താം ജോഷുവ പ്രോജക്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടു. ഇത് കേരളത്തെക്കുറിച്ചാണ് ഈ പറയുന്നത്. എന്ത് വെച്ചുകൊണ്ടായി പറയുന്നത്? ആത്യന്തികമായിട്ടാണ് സമൂഹത്തിൻ്റെ വാസ്തവത്തിൽ നെഞ്ചത്ത് പിച്ചാത്തി കുത്തിയിറക്കുന്ന രീതിയിലായത്. നമ്മളൊന്നല്ലേ പിന്നെ എന്തെങ്കിലും വിഭജനം ഇതുപോലെ കൊണ്ടുവരുന്നത്? അതുപോലെ തന്നെ ഈ അടുത്ത ദിവസം ഒഡീഷയിലെ തബരാങ്കപൂർ ജില്ലയിലെ ആദിവാസ ഭൂരിപക്ഷ ഗ്രാമമായ കഫേനിയയിൽ നടന്ന ഒരു സംഭവം നമ്മളെ ചിന്തിപ്പിക്കേണ്ടതാണ്. ഒരു ഗ്രാമവാസിയായ കൃതി ബസന്ത എന്നയാളിൻ്റെ മകൻ മാരകമായ രോഗം വന്ന് മരിച്ചു. നടന്ന കാര്യമായത് മൃതസംസ്കാരത്തിന് പൊതു ശ്മശാനത്തിൽ പാടില്ല എന്ന് പറഞ്ഞ ഒരു തീവ്രവാദ ഗ്രൂപ്പ് ശക്തമായി മുൻപോട്ട് വന്നു. അത് എന്തൊരു ഗ്രൂപ്പാത്? മരിച്ചാൽ പോലും മനുഷ്യനെ വെറുതെ വിടുക എന്ന് പറഞ്ഞാൽ എന്താ അത്? മൃതസംസ്കാരം പാടില്ല. കാരണം അവിടെയുള്ള 40ഓളം ക്രൈസ്തവ കുടുംബങ്ങൾ, അവർക്ക് സ്വന്തമായിട്ട് സെമിത്തേരി ഇല്ല, പൊതു ശ്മശാനത്തിൻ്റെ ഒരു ഭാഗത്ത് അടക്കിക്കൊണ്ടിരുന്നു. അത് പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇതെവിടെയാണ് സാത്വത്തിൽ നമ്മുടെ രാജ്യം നിൽക്കുകയെന്ന് ചിന്തിക്കുക. ഇതൊക്കെ മറ്റ് രാജ്യങ്ങളിൽ ആളുകൾ കാണുകയില്ലേ? ഇതിൻ്റെ ദോഷഫലങ്ങൾ ആർക്കാണ് വരുന്നത്? കൂടുതലും വരുന്നത് ഹൈന്ദവർക്ക് തന്നെയാണ്. മറ്റു രാജ്യങ്ങളിൽ ഹൈന്ദവർക്ക് തന്നെയാണ് വരാൻ പോകുന്ന കാര്യം. ഇതുകൊണ്ട് എന്ത് നന്മയാണ് ഉണ്ടാകാൻ പോകുന്നത്? ഒടുവിൽ എന്തായത്, ആ കുടുംബം 2 കിലോമീറ്റർ അകലെയുള്ള സ്വന്തം സ്ഥലത്ത് അവർ പോയി മറവ് ചെയ്തു മൃതശരീരം. എന്നിട്ട് അവർ നിർബന്ധമായിട്ട് പ്രസ്താവന അവർ എഴുതി ഒപ്പിട്ട് മേടിച്ചു. എന്നാണെന്നറിയോ? അവിടെ ഒരു മതചിഹ്നങ്ങളും പാടില്ല. സ്വന്തം സ്ഥലത്ത് മൃതസംസ്കാരം നടത്തിയെടുത്ത് അവരുടെ വിശ്വാസത്തിൻ്റെ ചിഹ്നങ്ങൾ പാടില്ല എന്ന. ഭാരതമേ കഷ്ടം എന്നല്ലേ പറയേണ്ടത്? അപ്പോൾ അസുഖബാധിതന് ആയുഷ് സാംത എന്ന് പറഞ്ഞ ആളാണ്. കഴിഞ്ഞ ശനിയാഴ്ച രാവിലെയാണ് മരിച്ചത്.
അവിടെ ഈ പറഞ്ഞ പോലെ ആ പ്രദേശത്തേക്ക് കടന്നു വന്ന ആൾക്കാർ ഗ്രാമത്തിലുള്ളവരൊന്നുമല്ല, പുറമേ നിന്ന ആൾക്കാരാണ് ഈ ആളുകളെ ഇളക്കിയത്. അത് പതിറ്റാണ്ടുകളായ മതസംസ്കാരം നടത്തിക്കൊണ്ടിരുന്നതാണ് ആ സ്ഥലത്ത് ക്രിസ്ത്യാനികൾ. അവിടെ ആ പുറമേ നിന്ന് ആളുകൾ വന്ന് ഈ പ്രശ്നം ഉണ്ടാക്കിയത്. അതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന ഡിജിറ്റൽ മീഡിയ ദുരുപയോഗിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ ആളുകൾ വലിയ വികാര വിജൃംഭണങ്ങളുണ്ടാവും, കൊലപാതകങ്ങളിലേക്ക് നയിക്കും. അത് വിവരമുള്ള ആൾ സൂക്ഷിക്കേണ്ടതാണ്. ഓരോ വാക്കും വായിന്ന് പുറപ്പെടുമ്പോഴേ അത് മറ്റുള്ളവനിൽ ചെന്ന് പതിയുമ്പോൾ അത് അവന് വേറൊരുത്തനോട് വികാരവും വിദ്വേഷം ഉണ്ടാകത്തക്ക രീതിയിൽ പറയാൻ പാടില്ല. സ്നേഹത്തിൻ്റെ ഭാഷയാണ് സംസാരിക്കേണ്ടതെന്നുള്ള കാര്യം. അപ്പോൾ അതുകൊണ്ട് അവിടെ 20 മണിക്കൂർ നേരം ആ മൃതദേഹം വെച്ച് വില പറഞ്ഞു, 20 മണിക്കൂർ സംസ്കാരിക്കാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട്. അതെന്തുകൊണ്ടാണ് സംഭവിക്കാൻ? അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഈ വല്ലാത്ത വിഷമതകൾ ആളുകൾക്ക് വന്നു ഭവിക്കുന്നില്ലേ? ആ ചിന്ത, ഈ കാണുന്ന ഈ പ്രതിഭാസം നിമിഷം കൊണ്ട് അമേരിക്കയിലും യൂറോപ്പിലും കാനഡയിലും ഒക്കെ ചെല്ലില്ലേ? ഇവരെ പറഞ്ഞ് പഠിപ്പിക്കേണ്ട. ഈ പറയുന്ന ആൾക്കാർക്ക് നിരക്ഷര കുട്ടികളാണ്, വിദ്യാഭ്യാസമില്ലാത്ത. അതുകൊണ്ട് അവനെ കേരളത്തിൽ എന്തെങ്കിലും നടന്നാൽ ഇവിടെ ബോധമുള്ള ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഇത് നേരെ അങ്ങ് ലോകം മുഴുവൻ വ്യാപിക്കുമ്പോൾ ഇന്ത്യക്കാരെന്നാണ് പറയുന്നത്. പിന്നെ അവിടെ ചെല്ലുമ്പോഴോ അത് ഹിന്ദുക്കൾ എന്നാണ് പറയും. ഹിന്ദുക്കൾ ഇവിടെ ആരാ? ഭൂരിപക്ഷവും നിഷ്കളങ്കരായ നല്ല മനുഷ്യരും. അവരുടെ ആൾക്കാർ അവിടെയുള്ളവരോട് പ്രതികൂലമായ ചിന്താഗതി ഉണ്ടാകും. അമേരിക്കയെ പോലും ഹിന്ദു വിരുദ്ധ വികാരം പടരാൻ കാര്യം ഇതല്ലേ എന്ന് ആത്മാർത്ഥമായിട്ട് ചിന്തിക്കേണ്ടതാണ്. 200 കുടുംബങ്ങളുള്ളതിൽ 40 കുടുംബം ക്രൈസ്തവ കുടുംബം. അത് അവർ ജീവിച്ചു പോട്ടെന്ന് വെച്ചാൽ പോരെ, അങ്ങനെ വെച്ചാൽ പോരെ. അപ്പോൾ അതുപോലെ തന്നെ എന്തല്ല, ഈ സ്ഥലത്തിന് കഴിഞ്ഞ വർഷം ജനുവരി 2 ക്രൈസ്തവരെ ബലം പ്രയോഗിച്ച് ക്ഷേത്രത്തിനടുത്ത് കൊണ്ടുപോയി മർദ്ദിച്ചു. ബലം പ്രയോഗിച്ചുകൊണ്ട് കറുവാപ്പസി എന്ന് പറഞ്ഞുകൊണ്ട് നടത്തും. അതിലെ വാസ്തവത്തിൽ മതപരിവർത്തനം എന്ന് പറയുന്നത്. അതുപോലെ ഈ പറയുന്ന വിഭാഗത്തിന് എവിടെയാണ് മതം ഇരിക്കുന്നത്? ഈ ആദിവാസികളെന്ന് പറഞ്ഞവർ ഹിന്ദുക്കളൊന്നുമല്ല. ഓർക്കുന്നുണ്ടോ പണ്ട് വട്ടമേശ സമ്മേളനത്തിന് ഗാന്ധിജി പോകാതിരുന്നു, പിന്നെ 2-3 പറഞ്ഞ് പോയപ്പോഴും ഒക്കെ ഈ കാണുന്ന വിഭാഗത്തിൻ്റെ വ്യവസ്ഥിതി ഇവിടുന്ന് അംഗീകരിച്ചിട്ട്, ജാതി വ്യവസ്ഥിതി അംഗീകരിച്ച് അതിന് പുറത്തുള്ള ആൾക്കാർ അബ്ദേക്കർ പച്ചയ്ക്ക് പറഞ്ഞില്ലേ, ഞങ്ങളെ ആരെയും ഹിന്ദുക്കളായിട്ട് കരുതേണ്ട എന്ന് പറഞ്ഞില്ലേ, അത് എതിർത്തു. തന്നെയല്ല, അത് 5 ലക്ഷം പേരുമായിട്ട് ബുദ്ധമതത്തിലേക്ക് പോയി. അതേസമയത്ത് ഭൂരിപക്ഷം കിടക്കുന്ന ബാക്കിയുള്ളവരെ ഇതിൽ പെടുത്താൻ വേണ്ടി ഗാന്ധിജി എന്തൊരു ശ്രമം നടത്തി, എന്തിൻ്റെ വിഷം നടത്തി, ഇവിടെ ഹരിജൻ എന്ന് പേരിട്ടുകൊണ്ട് അങ്ങനെ അവരെ ഹിന്ദുക്കളാക്കി. അവർക്ക് ഹിന്ദു പുരാണങ്ങളൊന്നും അവരുടെ കയ്യിലൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് കറുവാപ്പസ് നടത്തി ഇവരെ എങ്ങോട്ട് തിരിച്ചു കൊണ്ടുപോകുമോ? ബ്രാഹ്മണ്യത്തിലേക്ക് കൊണ്ടുപോകുമോ? ആരെങ്കിലും കൊണ്ടുപോകുമോ? ക്ഷത്രിയനായിട്ട് കൊണ്ടുപോകുമോ? വൈശ്യനായിട്ട് കൊണ്ടുപോകുമോ? അല്ലെ എങ്ങോട്ട് കൊണ്ടുപോകും? അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെ അറിവുള്ള ആളുകൾ ഇതൊക്കെ പറയുമ്പം അത് ചിലപ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്ന സംഗതി, വളരെ പണ്ഡിതനായിട്ടൊരു മനുഷ്യൻ, വളരെ എഡ്യൂക്കേഷണലിസ്റ്റായിട്ട് ഒരാളും വലിയ ഉന്നത സ്ഥാനമായി ഇരുന്നുകൊണ്ട് ഒരു ചാനലിൽ ഇരുന്നുകൊണ്ട് മതപരിവർത്തനം വളർത്ത വലിയ പ്രശ്നമുണ്ട് പറഞ്ഞ് പിടിപ്പിക്കുമ്പോൾ അതിൻ്റെ ആന്തരിക അർത്ഥം എന്താണ്? ഭരണഘടനയിൽ അതിന് അനുവാദമില്ലേ? ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും അത് പ്രഘോഷിക്കാനും അത് പ്രചരിപ്പിക്കാനുമുള്ള അധികാരം അവകാശമുള്ളതല്ലേ? പിന്നെ അതിനെന്തിനെതിരെ പറയുന്നത്? നിർബന്ധം ചെലുത്തി ചെയ്യുന്നത് തെറ്റാണ്. അന്നേ നടപടി എത്തണം. അതിന് പ്രത്യേക നിയമം വല്ല ആവശ്യമുണ്ടോ? അതുകൊണ്ട് ഇതാണ് അതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടതാണ്. ഇനി അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ പോലും എന്തുകൊണ്ടാണ് അങ്ങോട്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ, അവിടെ ഈ ഗൗരവ് ഖൗർ എന്ന് പറയുന്ന ആ സ്ഥലത്തെ ആൾ ഒരു അന്നേരം പറഞ്ഞു, ക്രൈസ്തവരായ യുവാക്കൾ മറ്റുള്ളവരേക്കാൾ ഉന്നത വിദ്യാഭ്യാസം നേടുകയും നേതൃരംഗങ്ങളിലും കായിക രംഗങ്ങളിലും അവർ ശോഭിക്കുകയും ചെയ്യുന്നതാണ് പ്രകോപനത്തിന് കാരണമെന്ന്. ഇതല്ലേ ആ പ്രകോപനത്തിന് കാരണം? അപ്പോൾ അവിടെ അവർക്ക് അടിത്തറയിൽ ഈ ആദിവാസികളെ വിഭാഗത്തിന് വിദ്യാഭ്യാസം കൊടുത്ത് കൊണ്ടുവന്ന് വരുമ്പോൾ അതല്ലേ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത്. മതപരിവർത്തനം എന്ന് പറഞ്ഞ് വരുന്ന വടക്കേ ഇന്ത്യയിലെ ഒരു മേജർ സെമിനാരിയുണ്ട്, സത്ന എന്ന് പറയുന്ന സ്ഥലത്ത്. ഞാനവിടെ പഠിപ്പിക്കാൻ പോയിരുന്നു. അവിടെ ഇപ്പോൾ ഒരു പ്രത്യേകമായ സമയത്ത് അവിടെയുള്ള കുട്ടികളെ വിദ്യാഭ്യാസം കൊടുക്കത്തില്ല. വിദ്യാഭ്യാസം കൊടുത്താൽ ജന്മികളെ കന്നുകാലികളെ നോക്കാൻ ആളില്ല. അതുകൊണ്ട് ഇവരെന്ത് ചെയ്ത് വളരെ രഹസ്യമായിട്ടാണെങ്കിലും സെമിനാരി വളപ്പിൽ വിളിച്ചു വരുത്തി കുഞ്ഞുങ്ങൾക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുന്ന അറിഞ്ഞുകൊണ്ട് ഏഷ്യയിലെ ഏറ്റവും വലിയ മതപരിവർത്തന കേന്ദ്രങ്ങളുടെ ബാനർ കെട്ടി സെമിനാരിക്കെതിരെ പ്രക്ഷോഭം ഉണ്ടാക്കി. ഇതല്ലേ ഏറ്റവും വലിയ പ്രശ്നം? വിദ്യാഭ്യാസം കൊടുക്കുന്നു എന്നുള്ളതല്ലേ പ്രശ്നം? അവർക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് വാങ്ങിച്ച് അവർക്ക് കൊടുത്തു എന്നുള്ളതല്ലേ റാണി മരിയായെ 51 കൊടുത്ത് കൊല്ലാനിടയായത്. ഈ സത്യത്തിന് മുമ്പിൽ നമ്മൾ കണ്ണു തുറക്കേണ്ടതല്ലേ? ഈ പറയുന്ന വിഭാഗത്തോട് അവരോടൊന്ന് പറയേണ്ട, ഈ അന്ധവിശ്വാസങ്ങൾ മോചിപ്പിച്ച് ജനത്തെ സ്വതന്ത്രമാക്കേണ്ടതിന് ചുമതല അത് പ്രധാനപ്പെട്ട കാര്യമല്ലേ? എത്ര ഭീകരമായ അന്ധവിശ്വാസത്തിൽ അവരെപ്പോഴും ജീവിച്ചു പോകുന്നത്. അതുപോലെ തന്നെ യേശു എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾക്ക്
ഈ പലപ്പോഴും ആൾക്കാർ ചിന്തിക്കുന്നത് അതൊരു മതത്തിൻ്റെ സ്ഥാപനമൊന്നും അല്ല യേശു. യേശു ഒരു മതവും സ്ഥാപിച്ചിട്ടില്ല. യേശു ജീവിക്കുന്ന സന്ദേശമാണ്. മനുഷ്യരക്ഷയ്ക്കായിട്ട് ദൈവത്തിൻ്റെ പുത്രൻ തന്നെ ആ പരിഹാര ബലിയായിട്ട് അർപ്പിച്ചുകൊണ്ട് സജീവമായി നിലനിൽക്കുന്ന ഉത്ഥിതനായ നാഥന യേശു എന്ന് പറയുന്ന ആൾ ആളുകളെ സ്വാധീനിക്കും. കേട്ടിട്ടില്ലാത്ത ആളെ പോലും സ്വാധീനിക്കും, ഹൃദയങ്ങളെ സ്വാധീനിക്കും. എത്രയോ ആൾക്കാർ ഉന്നത സ്ഥാനത്തുള്ളവർ ഇപ്പം വിളിച്ചു പറയുന്നുണ്ട് ജീസസ് ഹു സേവ്ഡ് മീ എന്നാണ്. അതിനെ തടയാൻ പറ്റുമോ? പാൽപ്പൊടി കൊടുത്തിട്ടാണോ, ഗോതമ്പ് കൊടുത്തിട്ടാണോ? അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമല്ലേ? അപ്പോൾ വളരെ ഉന്നതമായ ആൾക്കാർ, സുപ്രീം കോടതി ജഡ്ജസ് വരെ, ഭാനുമതി എന്ന് പറയുന്ന സുപ്രീം കോടതി ജഡ്ജി എന്ന് അവസാനം പറയും യാത്രയപ്പിൻ്റെ ടൈമിൽ പറഞ്ഞ എന്താണെന്നറിയാം? ഇറ്റ് ഈസ് ജീസസ് ഹു സേവ്ഡ് മീ ആൻഡ് സോൾവ് മൈ പ്രോബ്ലംസ് എന്ന് പറയും. എന്ന് പറഞ്ഞതുപോലെ ആൾക്കാർ യേശുവിലേക്ക് കടന്നു വരുന്നതിനെ തടഞ്ഞു നിർത്താൻ ആർക്കും പറ്റത്തില്ല. ആർക്കും തടഞ്ഞു നിർത്താൻ പറ്റത്തില്ല. അത് ഇവിടുത്തെ ക്രിസ്ത്യാനികളെ ഗുണം കൊണ്ടൊന്നുമല്ല. ക്രിസ്ത്യാനികൾ കൊണ്ട് യേശുവിലേക്കുള്ള വരവ് തടയുകയല്ലാതെ പ്രോത്സാഹിപ്പിക്കില്ല. കാരണം ഇവരുടെ ജീവിത രീതി അതിനെതിരാണ്. അല്ല, അതുകൊണ്ടാണ് ഇവർ ക്രിസ്ത്യാനികളെ മതത്തിൽ ആളെ കൂടുതൽ ചേർക്കാമെന്ന് പറഞ്ഞ് ഇവിടെ ആരും പണിയുന്നില്ല. അതേസമയത്ത് യേശു എന്ന് പറയുന്ന ജീവിക്കുന്ന ദൈവത്തിൻ്റെ ജീവാത്മകമായ സന്ദേശം തലമുറകളിലൂടെ അതിർത്തിയില്ലാതെ കടന്നു ചെല്ലുമെന്ന് ഒരു സംശയമാണ്. ഒരു രാജ്യത്തിൽ എല്ലാ രാജ്യങ്ങളിലേക്കും കണ്ടില്ലേ? ഇപ്പം എന്താ സംഭവിക്കുന്ന? ഇറാനിൽ ലക്ഷക്കണക്കിന് ആളുകൾ യേശുവിനെ സ്വീകരിക്കാൻ പിന്നാലെ പോകാം. ചൈന ഇത്ര അതിശക്തമായ ചൈനയുടെ അണ്ടർഗ്രൗണ്ടുകളിൽ ലക്ഷക്കണക്കിന് ആളുകൾ യേശുവിനെ സ്വീകരിച്ച് മുമ്പോട്ട് പോകാം. എന്തെല്ലാം മാറ്റങ്ങൾ മറ്റെല്ലാ രാജ്യങ്ങളിൽ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിനെ തടയാനൊന്നും ആർക്കും പറ്റില്ല. മതപരിവർത്തനം എന്ന് പറയുന്ന പ്രചരണങ്ങൾ നടത്തുന്നിടത്ത് ഇത് എല്ലായിടത്തും നടക്കുന്നുണ്ടെന്നേ. മതപരിവർത്തന പരിപാടി എല്ലായിടത്തും നടക്കുന്നുണ്ട്. അത് ഭരണഘടന അനുഗമിക്കുന്നതുമാണ്. യൂറോപ്പിൽ നടക്കുന്നുണ്ടല്ലോ മതപരിവർത്തന കേന്ദ്രങ്ങൾ. മറ്റ് ഹൈന്ദവ മിഷണറിമാർ യൂറോപ്പിൽ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഞങ്ങളവിടെയൊക്കെ പഠിച്ച ആൾക്കാരാണ്, വിദ്യാർത്ഥികളാണ്. ഗ്രിഗോറിയൻ യൂണിവേഴ്സിറ്റിയുടെ വിദ്യാർത്ഥി നിലയിൽ വ്യാപരിച്ച 80കളിൽ എനിക്കൊരു അനുഭവം ഉണ്ടായി. ഞാൻ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുമ്പോൾ അതെവിടെ പ്യാസ വെനേഷ്യ എന്ന് പറയുന്ന റോമിൻ്റെ കേന്ദ്ര ഭാഗമാണ്. അവിടെ പട്ടാളക്കാരുടെ സ്മൃതി കേന്ദ്രമുണ്ട്. അതാണ് അവരുടെ കേന്ദ്ര ബന്ധു എന്ന് പറയും. ആ രാജ്യം സന്ദർശിക്കുന്ന വലിയ പുറത്തുനിന്ന് വരുന്ന വലിയ വിദേശ രാജ്യങ്ങളുടെ അധികാരികളൊക്കെ അവിടെ വന്ന് നിർദ്ദേശം സമർപ്പിക്കുക. ആദ്യം നമ്മുടെ രാജ്യഘട്ടിലെ പോലെ തന്നെ ആ യൂണിവേഴ്സിറ്റിയിലേക്ക് നേരെ നടന്നു പോകുന്നത് ഒരു ഗ്രൂപ്പ് ആൾക്കാർ നേരെ കടന്നു വന്നപ്പോൾ സന്തോഷം. കാരണം ഇത് ഇന്ത്യക്കാരാണല്ലോ, കാര്യം കാഷായ വസ്ത്രമൊക്കെ ധരിച്ചിരിക്കും. എന്തായാലും ഇന്ത്യക്കാരാണല്ലോ. നമുക്കെപ്പോഴും പുറം രാജ്യങ്ങളിൽ ചെയ്യുമ്പോൾ നമ്മൾ സ്വന്തം തൊലി കാണുമ്പം അല്ലെങ്കിൽ നമ്മൾ നിറം കാണുമ്പോൾ നമ്മൾ ആരായാലും ശരി നമുക്ക് ഭയങ്കരമായൊരു സന്തോഷം ഉണ്ടാകും. ആരാണ് നോക്കാം. നമ്മൾ പരിചയപ്പെട്ടു എന്ന് കഴിയുമ്പം നമ്മൾ കേരളത്തിൽ നിന്നല്ല അവർ നേരെ കർണാടകത്തിൽ നിന്നുള്ളവരാണ്. പക്ഷേ നമ്മളെപ്പോലെയാണ് ഇരിക്കുന്നത്. പറഞ്ഞു വന്നപ്പോഴാണ് അത് രാമകൃഷ്ണ പരമഹംസ മിഷൻ്റെ പ്രവർത്തകരാണ്. അതുപോലെ തന്നെ അതിനകത്ത് പിന്നെ ഇതുപോലെ സമയത്തിൽ അമൃതാനന്ദമയുടെ പ്രവർത്തകരെയും കണ്ടു. അവർ ധരിച്ചിരിക്കുന്ന വേഷം ഹൈന്ദവ സന്യാസമാണ്. അവർ ഞങ്ങളെ ഒന്നിച്ച് കൂട്ടി, ഞാനും വേറെ 2-3 പേരും ഒന്നിച്ച് കൂട്ടി വർത്തമാനമെല്ലാം പറഞ്ഞുകൊണ്ട് അവരവരുടേതായ ലീഫ്ലെറ്റുകളൊക്കെ തന്നു. കാര്യങ്ങളൊക്കെ പുറത്ത് പോയപ്പം കുറച്ച് സായിപ്പന്മാർ അവരുടെ കൂടെ കൂടുന്നത് കണ്ടു. നിരന്തരമായി നടക്കുന്ന പ്രവർത്തനമാണ്. പക്ഷേ ഒരു സായിപ്പ് പോലും ഇതിനെതിരെ ഒരു അഭിപ്രായവും പറഞ്ഞിട്ടില്ല ഇത് മതപരിവർത്തനമാണെന്ന്. കാരണം അത് അവരുടെ സ്വാതന്ത്ര്യം. സായിപ്പന്മാർക്ക് പ്രത്യേകതയാണ്. അവരെന്തിനും തയ്യാറാണ്. അവർ വേണേ ഈ കുറി തൊടാനോ അല്ലെങ്കിൽ ചന്ദനം പുരട്ടാനോ കാഷായം ധരിക്കാനോ ഒക്കെ റെഡിയാണ്. അവരീ കൂടെ എന്ത് വേണമെങ്കിലും ചെയ്യുന്നു നടക്കും. ഒരു അധികം കാലം നിൽക്കുകയില്ലെന്നുള്ളേ ഉള്ളൂ. അത് കുറേ കഴിയുമ്പോൾ അവരങ്ങ് തിരിച്ചു പോകും. എങ്കിലും ഇത് ഞാൻ കണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അവിടെ ഇതുപോലെ നടക്കുന്ന ഈ ഭയങ്കരമായ ഈ മറ്റ് മതങ്ങളിൽ പ്രചരണം നടക്കുമ്പോൾ അവരുടെ കൂടെ ആൾക്കാർ പോകുന്നുണ്ടെന്നേ. അതൊരു ഹൃദയവിശാലതയോടെ കാണേണ്ടതല്ലേ? ഇവിടെ ഇവർക്ക് നന്മയല്ല. ഏതെങ്കിലും തരത്തിൽ ക്രൈസ്തവ സമൂഹത്തിൽ ആർക്കെങ്കിലും കൊല്ലാനോ പീഡിപ്പിക്കാനോ തല്ലാനോ കൊള്ളാനോ ആരും പറഞ്ഞു പിടിപ്പിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ തടയേണ്ടതാണ്. ഇങ്ങനെയുള്ള വിഭാഗങ്ങളിൽ കൂടുന്ന ആൾക്കാർ മറ്റുള്ളവരുടെ കഴുത്ത് കണ്ടിക്കാൻ പറയുന്നുണ്ടോ? ഉണ്ടെങ്കിൽ തടയേണ്ടതാണ്. ഏതെങ്കിലും മറ്റ് വിഭാഗങ്ങൾക്കെതിരെ പാരപണിയാൻ പണിയുന്നുണ്ടോ? ഉണ്ടെങ്കിൽ തടയേണ്ടതാണ്. ഇതൊന്നുമില്ലല്ലോ. അവർ പറയുന്നതാ പരസ്പരം സ്നേഹിക്കണം, യഥാർത്ഥ സത്യദൈവത്തെ ആരാധിക്കണം, നന്മ ചെയ്യണം, നന്മ ചിന്തിക്കണം, നന്മ ഇതല്ലേ പറയുന്നത്? അതെല്ലാവർക്കും നല്ല കാര്യമല്ലേ? അപ്പോൾ അതുകൊണ്ട് നാം മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇങ്ങനെയുള്ള സംഗതികളും ഈ പറയുന്ന ഒരെതിരഭിപ്രായമില്ലാതെ അവിടെയൊക്കെ മതപ്രചരണം നടത്തുന്നുവെങ്കിൽ ഇവിടെ എന്താ ഇത്രമാത്രം ഇത് രാഷ്ട്രീയമാണോ? അറിഞ്ഞുകൂടെ? ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ വോട്ട് ബാങ്കിന് വേണ്ടിയിട്ടാണോ ഈ മനുഷ്യനെ ഇതുപോലെ ചതിക്കേണ്ട? വാസ്തവത്തിൽ ചതിയല്ല ഇത്. സുവിശേഷ പ്രഘോഷകർ വടക്കേണ്ടിയിൽ കൂടെ നടന്നുകൊണ്ട് ചെയ്യുന്ന കാര്യം ഇതൊക്കെ തന്നെയാണ്.
അങ്ങനെയാണ് ഇവർക്ക് ലിഫ്റ്റപ്പ് ഉണ്ടാകുന്നത്. അവർ കണ്ടില്ലേ, പറഞ്ഞു കേട്ടില്ലേ, അവിടുത്തെ നേതാവ് പറഞ്ഞില്ലേ, ക്രൈസ്തവ സമൂഹത്തിലേക്ക് വന്ന ചെറുപ്പക്കാർക്ക് അവർ വിദ്യാഭ്യാസം കിട്ടി, അവർ നല്ല ഉന്നത സ്ഥാനീയരായി കായിക രംഗത്തും നേതൃരംഗത്തും അവർ തിളങ്ങുന്നതാണ് മറ്റുള്ളവർ സഹിക്കാൻ. അവർക്ക് പഠിക്കാൻ പോകാൻ കഴിയില്ല, പഠിപ്പിക്കുകയില്ല. ഞാൻ പോകുന്ന സത്യനായി കണ്ടയാൾ അക്ഷരം പഠിപ്പിക്കത്തില്ല, പിള്ളേരെ പഠിപ്പിക്കത്തില്ല. പഠിപ്പിച്ച് കഴിഞ്ഞാൽ ഇവിടെ പോയി ബുദ്ധി ഇങ്ങനെ വളർന്നു കഴിഞ്ഞാൽ, വികാസം ഉണ്ടായി കഴിഞ്ഞാൽ, വിദ്യാഭ്യാസം ഉണ്ടായി കഴിഞ്ഞാൽ എല്ലാം പോയി. ഇത് നമ്മുടെ ഇവിടുത്തെ ജനം മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ ഇതിനെതിരായിട്ടുള്ള ചില കോണുകളിൽ നിന്ന് ചില പ്രചരണങ്ങൾ വരുമ്പോഴാണ് ഇങ്ങനെ അറിയാതെ പറയുന്നത്, ഇവിടെ ഈ കാണിക്കുന്നത് എന്താണ് എന്ന് ചോദിക്കേണ്ടി വരുന്നത്. അത് നമ്മുടെ സ്വന്തം ജനമായ ഹൈന്ദവർക്ക് തന്നെ അപമാനകരമായ കാര്യമാണ്. ഇവരിവിടെ തന്നെ ജീവിക്കാൻ പറ്റില്ല. നമുക്ക് ഒരു രാജ്യത്ത് തനിച്ച് നിലനിൽക്കാൻ പറ്റില്ല, ഒരു വിഭാഗത്തിനും പറ്റത്തില്ല. ഹൈന്ദവ ജനത ഇന്ത്യയിൽ ഒഴുകുന്നുണ്ട്, യൂറോപ്പിലേക്ക്, ഇന്ത്യയിൽ ഒഴുകുന്നുണ്ട്, അമേരിക്കയിലേക്ക്. അതൊക്കെ പാരീസിൽ വെച്ച് ലുവ്രെ മ്യൂസിയം സന്ദർശിച്ചപ്പോൾ എനിക്ക് കിട്ടിയ കൂട്ട് ഒരു വലിയ ഗ്രൂപ്പ് ഇന്ത്യക്കാർ ഹൈന്ദവരാണ് ലുവ്രെ മ്യൂസിയത്തിൽ. അപ്പോൾ അവർ ചെന്ന് കണ്ടപ്പോൾ അവിടെ സാധനമൊക്കെ ഉണ്ടെങ്കിൽ മൊണാലിസയൊക്കെ എവിടെയാണല്ലോ ഇരിക്കുന്നത്, പല കാര്യങ്ങളും കണ്ട ഇന്ത്യൻ സാധനങ്ങൾ അവിടെ ഇരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, കൊള്ളാമല്ലോടെ ഇവന്മാർ കള്ളക്കാരും ഇവരെ കള്ളന്മാർ നമ്മൾ കണ്ടെടുത്തോണ്ട് വന്നാണെന്ന് പറഞ്ഞപ്പോൾ അവർ ഇങ്ങോട്ട് പറയാം, അതിൻ്റെ ഒരു അച്ഛ, അവർക്ക് കഴിവുണ്ടായിരുന്നു, അവരെ നേരിടാൻ നമുക്കെവിടെ കഴിവുണ്ടായിരുന്നത്. നമ്മൾ നദി കടക്കരുതെന്ന് പറഞ്ഞിരുന്നതല്ലേ, അതൊരു നാവികരായിട്ട് വന്നത് നേരിടാൻ കരുത്തില്ലായിരുന്നു. ആരായി പറയുന്നത്? ഹൈന്ദവരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് ഇനിയെങ്കിലും തുറന്ന മനസ്സോടുകൂടി ഇടപെടേണ്ടതല്ലേ സമൂഹത്തിൽ. മനസ്സാക്ഷിയല്ലേ ബാധിക്കുന്ന വിശ്വാസം എന്ന് പറയുന്ന സംഗതി. അത് വേണ്ട വിധത്തിൽ ഹൈന്ദവർ വിശ്വസിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ അത് അംഗീകരിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അക്കൂടെ കൂടില്ലേ. അതിനെ അടിച്ചമർത്തി പേടിപ്പിച്ച് വിരട്ടിയിട്ട് ഖർവാപ്പസി എന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചു കെട്ടാമെന്ന് വിചാരിച്ചാൽ നടക്കാൻ പോകുന്ന കാര്യമല്ല, ഒരിക്കലും നടക്കാൻ പോകുന്ന കാര്യമില്ല. അതുകൊണ്ട് ഇവിടെ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടു അയ്യോ ഇവരിങ്ങനെ മതപരിവർത്തനം നടത്താൻ പോകുന്ന ജോഷുവ പ്രോജക്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഒരാളിരുന്നുകൊണ്ട് വലിയൊരു നേതാവാണ്, അവരുടെ സംഘടനാപരമായ ഒരു വലിയ പ്രസ്ഥാനത്തിൻ്റെ വലിയ സെക്രട്ടറിയായി പറഞ്ഞു പിടിപ്പിക്കുന്നത്. വെറുതെ സമയം കളയുക എന്നുള്ളതല്ലാതെ ഒരു നന്മയും ഉണ്ടായില്ല എന്ന കാര്യം ഞാൻ പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. ഭരണഘടനയുടെ 25 ആർട്ടിക്കിൾ എന്ന് പറയുന്നത് നമ്മളെ പഠിപ്പിക്കുന്നത് ഏത് മതത്തിൽ വിശ്വസിക്കാനും അത് പ്രഘോഷിക്കാനും അത് പ്രചരിപ്പിക്കാനും സ്വാതന്ത്ര്യം ഒരു ഇന്ത്യൻ പൗരനുണ്ട്. ഇത് നിഷേധിക്കാൻ വല്ലവർക്കിട്ട് പറ്റുമോ? അപ്പോൾ അതുകൊണ്ട് ഒരു വിധ്വംസക പ്രവർത്തനങ്ങളെ അങ്ങനെ കാണാൻ നമുക്ക് കാണാം. തന്നെയല്ല ഈ പ്രവർത്തനം ജനാധിപത്യ ഘടനയ്ക്ക് അതിനെ തുരങ്കം വയ്ക്കുന്ന, നമ്മുടെ രാജ്യത്തിന് അപമാനമാണ്, ജനാധിപത്യ ഘടനയ്ക്ക് തുരങ്കം വയ്ക്കുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ദൈവം തമ്പുരാന്നിരിക്കുന്ന ഈ ഭരണഘടനകൾ നമുക്ക് ഉറപ്പെന്താ? നീതിയും സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യവും എനിക്ക് ഉറപ്പ് നൽകുന്ന ഒരു ഭരണഘടനയാണ്. അതുകൊണ്ട് ഒഡീഷയിലെ പോലെയുള്ള വിധ്വംസ പ്രവർത്തനങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇതെടുത്ത് കാട്ടിക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിൽ ഇതുപോലെ ഇങ്ങനെ ഉണർന്നു വരുന്നുണ്ട്. ഇങ്ങനെ അന്ന് വിജയിക്കാനൊന്നും പോകുന്നില്ലെങ്കിൽ പോലും അത് ഈ അക്രമങ്ങൾ കൂടെ വിഷമിപ്പിക്കുന്നതും അന്യ മതസ്ഥരെ ഒന്നുമല്ല, ഹൈന്ദവരെ തന്നെയാണ്. മറ്റു രാജ്യങ്ങളിലെ ഹൈന്ദവർ തന്നെയാണ് വിഷമിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഇങ്ങനെ കാര്യങ്ങളിലൊക്കെ തിരിച്ചു വരത്തക്ക രീതിയിൽ ആവശ്യമായ രീതിയിൽ പരിശീലനം കൊടുത്തുകൊണ്ട് സമചിത്തതയോടുകൂടി സമഭാവനയോടുകൂടി സഹകരിച്ചു പോകുന്ന ഒരു മനോഭാവം രൂപീകരിക്കാൻ എല്ലാവരും ഒന്നടങ്കം ശ്രദ്ധിക്കേണ്ടതാണ്. വോട്ടും തിരഞ്ഞെടുപ്പൊക്കെ വരുമ്പോഴത്തേക്കും ധ്രുവീകരണങ്ങളൊക്കെ ഉണ്ട്, അത് അവരുടെ കാര്യം. അപ്പോൾ ഈ മതവും പറയും മറ്റവും വർഗീയതൊക്കെ പറഞ്ഞ് കുറേ കഴിയുമ്പോൾ അവരങ്ങ് മാറും. പക്ഷേ ഇവിടെ ജനങ്ങൾ തമ്മിൽ തല്ലുകൂടാൻ പാടില്ല, അത് വിദ്യാഭ്യാസമുള്ള ജനങ്ങൾ തമ്മിൽ തല്ലുകൂടാൻ പാടില്ല. വടക്കേണ്ടി നടക്കുന്നത് ഇങ്ങോട്ട് വീണ്ടും ആവർത്തിക്കാൻ പാടില്ല. അതുകൊണ്ട് ഇവിടെ വന്ന് വിജയിക്കാമെന്ന് ആരും വിചാരിക്കേണ്ട. ഈ വഴിക്കൂടെ എന്തെങ്കിലും പ്രവർത്തിച്ച് ആരെയും പ്രീതിപ്പെടുത്തി വല്ല മന്ത്രിയോ ഗവർണറായി പോകുന്നെങ്കിൽ പോക്കോ, അതിനെതിരൊന്നുമില്ല. പക്ഷേ ഇവിടെ ഒന്നിച്ച് താമസിക്കുന്ന, സ്നേഹത്തോടെ വസിക്കുന്ന ആ ക്രൈസ്തവരെയും മുസ്ലിങ്ങളെയും ഹൈന്ദവരെയും ഒരു ചേർത്തിൽ കോർത്തിണക്കി കൊണ്ടുപോകുന്ന നമ്മുടെ ഭരണഘടന അത് വളരെ ഭംഗിയായിട്ട് ബഹുമാനിച്ച് ആദരിച്ച് ഒറ്റക്കെട്ടായിട്ട് പോകാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.